പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആൻഡ്രൂസിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. ഇത് കേട്ടത് ആൻഡ്രൂസ് സാർ പറയുന്നുണ്ട്, എന്തായാലും ശത്രുക്കളൊക്കെ ഒരുപാടുണ്ട്, അത് വമ്പൻ ടീമുകളാ, അതുകൊണ്ട് നീ അത് ഇത്തിരി സൂക്ഷിക്കുകയും ചെയ്യണം. കുഞ്ഞ് നിന്റെ കയ്യിലാ അവരേൽപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സാറ് വിഷമിക്കുന്നു വേണ്ട, എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ നോക്കിക്കോളും പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ഒരു ജോലിയാ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ അത്ര അടുപ്പമുണ്ടെങ്കിലും, പക്ഷെ ഏറ്റവും കൂടുതൽ ഇതൊരു മരണക്കളിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് സാറ് പറയുമ്പോഴാ. എന്തായാലും പോട്ടെ, ഒരു ബോഡി ഗാർഡ് എന്ന നിലയിൽ ഞാൻ തന്നെ അവർക്ക് നല്ലതായിട്ട് പറയിപ്പിക്കുകയും ചെയ്യും. സാറിനതിന് സന്തോഷം കൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു പറയുകയും ചെയ്യും. അവര് എന്റെ നല്ലത് പറയുന്നത്, അത് ഞാൻ കേൾപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ വിശ്വസ്തയോടെ അങ്ങോട്ടേക്ക് വിടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായിട്ട് ഇറങ്ങുന്നുണ്ട് രാവിലെ തന്നെ. അങ്ങനെ വിക്രമിന്റെ അച്ഛൻ പറയുക, ഇന്നല്ലേ നിന്റെ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ദിവസം, പക്ഷേ നല്ലതായിട്ട് വരണം, കുട്ടിയെ നോക്കേണ്ടതാ. അപ്പൊ ആ കുട്ടിയുടെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയാലോ. അവരെ ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറിയ അവർ നമ്മൾ ആ നിലയിൽ നിൽക്കുകയുള്ളൂ. പക്ഷെ അവരുമായിട്ട് ഇണങ്ങണം. ആദ്യം ഇണങ്ങിയിട്ട് അവരുമായിട്ട് ഒരു മകളെ പോലെ നോക്കിയാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നില്ല അനുസരിക്കുകയും ചെയ്യും എന്നൊക്കെ അച്ഛന്റെ ഉപദേശമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും വെച്ചാ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രം ഇറങ്ങി ബുള്ളറ്റിലാണ് പോകുന്നത്. അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അടുത്തുള്ള അയൽവാസിയായ ആ കുട്ടി ചോദിക്കുക, ഇന്നെന്തായാലും ജോലിക്ക് പോവുകയില്ലേ? എന്തായാലും നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ, അത് ജോലിക്ക് പോവുകയില്ലേ? അപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ പോകണ്ടേ, അതല്ലേ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശരിയെന്നാ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രം ആദ്യമായിട്ട് വേദയുടെ വീട്ടിലേക്ക് വേദയുടെയും വിക്രമിന്റെയും കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയായിട്ട് പോവാൻ പോകുന്നതും ആദ്യമായിട്ട് കാണാൻ പോകുന്ന നിമിഷമാണ്. പക്ഷെ വിക്രം അറിയാതെ തന്നെ വിക്രമിന്റെ മനസ്സിലെ മുമ്പേ കുറെ സ്വപ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഗൗരി. എന്നാലും അച്ഛൻ പറയുമായിരുന്നു, അതൊക്കെ കുഞ്ഞിനെ നോക്കാൻ പോകുന്നതൊക്കെ നിനക്ക് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാ, നിനക്ക് ആ ചിന്ത വരുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്. പക്ഷെ ആ ഒരു സംഭവം തന്നെ പോകുന്ന സമയത്തും വിക്രമിനെ അലട്ടുന്നുണ്ടായിരുന്നു. എന്താവും എങ്ങനെയാ എന്നൊന്നും അറിയാതെ തന്നെ. അങ്ങനെ വേദിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. അങ്ങനെ കുട്ടിയാണെങ്കിൽ ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കുന്നുണ്ട് ഗൗരിക്കുട്ടി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗൗരി കാണുന്നത് ചക്രവർത്തി വരുന്ന അതേ ഫീലിങ്ങോടെ നോക്കിക്കൊടുത്തത്. വേദ പറഞ്ഞ കഥയിലെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു രാജാവ് ചക്രവർത്തി എന്നൊക്കെ പറയാൻ പോലെ ആ ഒരു ഇമേജിലാ ഇപ്പം കുട്ടി കണ്ടിരിക്കുന്ന ആ വരവിലൂടെ തന്നെ. അങ്ങനെ കുട്ടി ആദ്യമായിട്ട് ഗൗരി കാണുകയാണ് വിക്രമിനെ. ആദ്യമായിട്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. വേദ പറഞ്ഞ കഥകളിലൂടെയുള്ള ആ ഒരു രീതിയാ ആ കുട്ടിയും വിക്രമിനെ കണ്ടപ്പോഴത്തേക്കും മനസ്സിൽ ഓടിയെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഓടിപ്പോയി നിൽക്കുന്നത് തരുണിന്റെ അടുത്ത. അച്ഛാ, ഒരാള് വരുന്നുണ്ട്, ഒരു ചക്രവർത്തി, ഒരു രാജാവ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരാളാ വരുന്നത് എന്നൊക്കെ പെട്ടെന്ന് പോയി പറയുന്നുണ്ട്. ഇത് കേട്ടത്, ആരാ അങ്ങനെ, രാജാവോ ചക്രവർത്തിയോ ആരാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അമ്മ പറഞ്ഞെന്ന കഥയിലെ അത് അയാളെ പോലെ തന്നെയായി എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോയി ആദ്യമായിട്ട് മകളുടെ കൈയും പിടിച്ച് പോകുന്നുണ്ട്. പോകുന്ന സമയം വിക്രം പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ ആ ഒരു കണ്ട നിമിഷം തന്നെ തരുണിന് മനസ്സിലായി. തരുണിന് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു വിക്രമിനെ. അങ്ങനെ വിക്രമൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനാ സാറ് പറഞ്ഞിട്ട് ഞാൻ വന്നത് കുട്ടിയെ നോക്കാൻ വേണ്ടി ആളെന്ന് പറഞ്ഞ്. ആ സമയത്ത് ഗൗരിക്കുട്ടി പെട്ടെന്നൊരു ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയാണ് വിക്രമിന്റെ നേരെ. ആ സമയത്ത് ഉടനെ തന്നെ മരിക്കുന്നതായിട്ട് ആക്ഷൻ കാണിച്ച് ഇങ്ങനെ പെട്ടെന്ന് വീഴുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് തരുണിനും അതുപോലെ തന്നെ മോക്കും അതുപോലെ തന്നെ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ആദ്യമായിട്ട് നല്ല അടുപ്പം ഉണ്ടായി തുടങ്ങിയിരിക്കുക തരുണിന്. പക്ഷെ
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആ ശൈലിയും എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തരുണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് കുട്ടിയുടെ കാര്യം എനിക്ക് മെയിൻ, അവളെ പൊന്നുപോലെ നോക്കണം. ഇതുപോലെ ഞങ്ങൾക്ക് ജോലിയുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കുറെ ശത്രുക്കളൊക്കെ കടന്നു വന്നത്. പക്ഷേ അതൊക്കെ നല്ല പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുമാണ്. അവരുമായിട്ട് ഏറ്റുമുട്ടുക വളരെ പ്രയാസമാണ്. ഞങ്ങൾ അവിടെ തന്നെ കഷ്ടിച്ച ഞങ്ങൾ ജീവൻ തന്നെ രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷം തരുന്ന വാക്കുകളിലൂടെ ആയിരിക്കണം ഇവിടുത്തെ ജോലികൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തരുണ്. ഇത് കേട്ടതും പറയുന്നുണ്ട്, എന്തായാലും പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ നോക്കിക്കൊള്ളാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ട നിമിഷം തന്നെ ആ വിക്രമിന് മോളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ വാരി പുണർന്നെടുക്കുന്നുണ്ട്. എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പറയുക, ഞാനും എൻ്റെ അമ്മ പറഞ്ഞെന്ന കഥയിലെ അതേപോലുള്ള ഒരാളാ ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് അകത്തേക്ക് ഓടിപ്പോയി അച്ഛനെ വിളിച്ചിട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഗൗരിക്കുട്ടി. പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ നല്ലവർക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് വേലത്തനം കാണിക്കാൻ വന്നവരെ ഞാൻ വെറുതെ വിടില്ല, അതാ എൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. ഇത് കേട്ടതും ഗൗരിമോള് പറയുക, ഞാനും അങ്ങനെ തന്നെയാ. ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ സത്യമല്ലാത്ത കാര്യം എന്തെങ്കിലും കാണിക്കുകയോ ചെയ്താൽ ഞാനും കൊടുക്കും ഇടി. എനിക്കും അറിയാം, സ്കൂളിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ പേരിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ശരിയാണോ, അപ്പൊ എന്നെ പോലെ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് തരുണ് പറയുന്നുണ്ട് തരുണിന്റെ അമ്മയുടെ കൂടെ, കണ്ടോ വന്ന ദിവസം തന്നെ രണ്ടുപേരും കൂടെ നല്ല അടുപ്പമായി. എന്തായാലും മോൾക്ക് ചിലവരൊന്നും ഇഷ്ടപ്പെടാത്തതാ, പക്ഷെ ഇവിടെ വിക്രമിനെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഒരാൾ എടുത്തപ്പോഴും പോവേക്ക് ചെയ്തത്, അല്ലെങ്കിൽ അവള് ആരെടുത്താലും പോവാത്തവളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് തരുണ് അമ്മയുടെ കൂടെ. അത് ശരിയാ, എന്തായാലും നോക്കാൻ വന്ന ആളെന്താ വെച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മോൻ, ഇത് എങ്ങനെ കണ്ടുപിടിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടായ ആൻഡ്രൂ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഏർപ്പാടില്ല ഇവിടെ വന്നത്. എന്തായാലും നമുക്ക് കിട്ടിയ ഏതായാലും നല്ല ഒരാളെ തന്നെ മോളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള്, അത് നമുക്ക് സന്തോഷം, നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇതെല്ലാം വേദയെടുത്ത് ഇതുപോലെ കുട്ടിയെ നോക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടിട്ട്, പേര് എന്തെന്ന് അറിയണ്ടേ, വിക്രമെന്ന മോളെ അതേപോലത്തെ ഭർത്താവിന്റെ പേര് പോലത്തെ പേരാ വിക്രം എന്ന ഈ പേര് കേട്ടപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും കുട്ടി അവനുമായിട്ട് നല്ല ഒരു ഇഷ്ടത്തിലായിപ്പോഴ് കൂടെ എടുത്തുകൊണ്ട് നടക്കുക ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് മോള് പേടിക്കുകയൊന്നും വേണ്ട അവളെ കാര്യത്തിൽ എന്നൊക്കെ തരുണിന്റെ അമ്മ ഫോൺ വിളിച്ച് വേദയെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തരുണാണെങ്കിൽ അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ വിക്രമിൻ്റെ അടുത്തും പറയുക, ഇനി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് സമാധാനമായിട്ട് ഇവിടുന്ന് പോകാമല്ലോ ജോലിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് സമാധാനമായിട്ട് പൊയ്ക്കോ, ഞാനുണ്ട് ഇവിടെ കുട്ടിയുടെ കാര്യം നോക്കാൻ, എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു തെറ്റില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം, അതെൻ്റെ ഉറപ്പാ എന്നൊക്കെ വിക്രം ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് തരുണിനും അമ്മയ്ക്കും. എന്നാൽ ഒരു നിമിത്തം പോലെ തന്നെയാണ് സ്വന്തം മകളെ കയ്യിൽ കിട്ടിയിരിക്കുക വിക്രം പോലും അറിയാതെ. അതൊരു വല്ലാത്ത ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കാതെ തന്നെയാണ് ഗൗരിക്കുട്ടിയെ സ്നേഹിക്കുന്നതും നോക്കുന്നതുമെല്ലാം വിക്രം.